അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഒരു ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നത്. മറ്റത് എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഞാൻ പോകുന്നത് ചെന്നൈയിലോട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെന്നൈയിലൊരു ഓഡീഷന് പോകുന്നതിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെന്നൈ കോമ്പറ്റീഷന് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓഡീഷൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ചിട്ടുള്ള. അപ്പോൾ അതിൽ നിന്ന് സെലക്റ്റായിട്ട് ഫിനാലെ നമുക്ക് ചെന്നൈയിൽ വെച്ചിട്ടുണ്ട്. ഗോൾഡൻ ഫേസസ് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ റെഡിയായി ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒറ്റയ്ക്കുള്ള ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് വഴി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെന്താണുള്ളത്, ചെന്നൈ കുറച്ചൊന്ന് കറങ്ങി കാണാനൊക്കെ പറ്റുമെങ്കിൽ അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഒരുപാടൊന്നും വെച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് 2 ദിവസം ഗ്രൂമിങ്ങും 1 ദിവസം ഫിനാലെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാൻ പറ്റുമെങ്കിൽ മൊത്തത്തിൽ കാണിച്ചു. മൊത്തത്തിൽ കുറച്ച് എനിക്ക് പോകാൻ പറ്റുന്ന വല്ല മോളോ ആണെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു. ഫ്ലൈറ്റ് ഡിലേ ആയി. എന്നിട്ട് ഇവിടെ നിന്ന് നടന്ന് ബസ്സിലോട്ട് കയറി അവിടെ നിന്ന് ബസ്സിൽ കയറാൻ വേണ്ടി ഇതേ പോവാം. പറഞ്ഞില്ലല്ലോ, ഞാൻ ആക്ച്വലി ഫ്ലൈറ്റ് ഡിലേ ആയിട്ട് 12 മണിക്ക് ഇവിടെ എത്തിയപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബ്ലൂ ഡ്രസ്സുണ്ട് പറഞ്ഞിട്ടുള്ളൊരു ഷോർട്ട് ഡ്രസ് എന്നുള്ളൊരു എനിക്കൊരു റോയൽ ബ്ലൂവിൻ്റെ ഡ്രസ്സാണ് ഫസ്റ്റ് ഡേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ വന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ബാക്കി ഡീറ്റെയിൽസൊക്കെ വയ്യേ കാണാം. ഹലോ ഗൈസ്, ഒരു ഹായ് പറ. അവളെ വിളിക്കും. നമ്മൾ തകർത്ത് ഡിസ്കഷനാണ്. നീ തിരിഞ്ഞ് ഹായ് പറഞ്ഞു. That case, curve on the body, it should be always on top of that curve. It's not like that. You have the hip pain. Fingers close, hold it elegant. അപ്പം ഞാൻ റൂമിലെത്തി. ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്തു. എനിക്കൊരു റൂംമേറ്റ് ഉണ്ട്. പുള്ളിക്കാരി വന്നില്ല, മിസ് കാറ്റഗറിയിലുള്ളതാണ്. പുള്ളിക്കാരി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഞാൻ വെച്ച റൂമൊക്കെ കാണിച്ചു തരാമെന്ന് നിങ്ങളെ ജസ്റ്റ് ഞാനൊന്ന് ക്യാമറ തിരിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുന്നേ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്തു. വാക്കിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ സാഷെ കിട്ടി, ഒരു ഗാർലൻഡ് പോലത്തെ ഒരു സംഭവം കിട്ടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റൂമിലോട്ട് കാണിച്ചു. പക്ഷേ അവിടെ നിന്നുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല ഈ ഗ്രൂമിങ് സെഷൻസിനുള്ളത്. ഓൾറെഡി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഫോണൊക്കെ മാറ്റി വെക്കണമെന്നും. അപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്നും അങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എടുത്ത വീഡിയോസൊക്കെ നിങ്ങളെ കാണിച്ചു. ഇതാണ് ആക്ച്വലി റൂം. 2 പേർക്കുള്ള റൂമാണ്. അതാണ് സാഷ കിട്ടിയത്. ഇവിടെ ഗോൾഡൻ ഫേസ് സൗത്ത് ഇന്ത്യ 2024 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വെള്ളം കെറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു ലോങ് മിറർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു അൽമാരയാണ്, ചെറിയൊരു അൽമാര. പില്ലോ, ടവൽ എക്സ്ട്രാ ഉണ്ട് തോന്നുന്നു. ബ്രഷും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ലോണ്ട്രി സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഹാങ്ങേഴ്സ് ഉണ്ട്. പിന്നെ TV ഉണ്ട്. ഞാൻ വാഷ്റൂം കാണിച്ചു തരാം. ഇതാണ് വാഷ്റൂം. ഇതാണ് ബാത്ത് ഏരിയ. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് ഡോർസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതാണ് റൂം ടൂറ്.
ഇനി ഗ്രൂമിങ് സെഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണിക്കാൻ അങ്ങനെ പറ്റില്ല, കാരണം ഞങ്ങൾ ഫോൺ മാറ്റി വെക്കാൻ പറഞ്ഞുകൊണ്ട് അതെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്താ ഉള്ളത്, ഇനി ഞങ്ങൾക്ക് ടാലൻറ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ടാലൻറ്റ് റൗണ്ടിലുള്ള കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ട് ഞാൻ മോണോആക്റ്റാണ് ചെയ്യുന്നത്. അല്ല അതുപോലെ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പം അത് എനിക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം, അല്ലെങ്കിൽ അടുത്ത് ഞങ്ങൾക്ക് ട്രെയിനിങ് എന്നും അടുത്ത് ഞങ്ങളുടെ മോണോആക്റ്റ് ആയിരിക്കും. മോണോആക്റ്റും ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള ഓരോരുത്തരുടെ ടാലൻസ് കാണിക്കാനുള്ള സംഭവമാണ്. അപ്പോൾ അതൊരു 5:30 ആകുമ്പോഴത്തേക്കും എത്താൻ പറഞ്ഞു. 5:30 തൊട്ട് നമ്മളിപ്പോൾ മിസ്സസ് കാറ്റഗറിയിൽ 22 പേരും മിസ് കാറ്റഗറിയിൽ 28 പേരുമാണുള്ളത്. അപ്പോൾ എല്ലാം കൂടെ കഴിയുമ്പോൾ കുറേ സമയമാകും. എന്തെങ്കിലുമൊക്കെ വീഡിയോ ക്ലിപ്സ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഫുൾ ഉറക്കമൊക്കെ വന്നിരിപ്പുണ്ട്. ഇപ്പം എന്തായാലും നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ കാണാം. എന്തെങ്കിലുമൊക്കെ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അബി നിങ്ങൾ പ്രത്യേകം വിളിക്കണോ? അപ്പം നമ്മൾ Day 2 രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞങ്ങളുടെ അന്നത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കോക്ടെയിൽ ഡ്രസ്സാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്ന് പോർട്ട്ഫോളിയോ ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും റെഡിയായിരിക്കുക. പോർട്ട്ഫോളിയോ ഷൂട്ടിന് വേണ്ടി എല്ലാവരും റെഡി ആവുക. ആദ്യ വ്ളോഗ അന്ന് തിരിയുക. ഇന്റർവ്യൂ റൗണ്ടിന് വേണ്ടി എല്ലാവരുടെയും പ്രിപ്പറേഷൻ. ത്രേസ്യ ഫോണിൽ കുത്തി ഇരിക്കുക. അപ്പോൾ Day 3 ഞങ്ങളുടെ ഫിനാലെ ഡേ ആണ്. രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബസ്സിൽ ഞങ്ങൾ ആ ലൊക്കേഷൻ, ഫിനാലെ നടക്കുന്ന ലൊക്കേഷനിലോട്ട് പോവാം എല്ലാവരും. എല്ലാവരും അവിടെ കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫിനാലെ ഡേ ആണ്. അപ്പൊ എല്ലാരും ഉറങ്ങി തൂങ്ങി ഇവിടെ എക്സൈറ്റഡ് ആണ്. ഇതിലെ കാര്യങ്ങള് വന്ന് കാണിച്ചു കൊടുത്തത്.
അപ്പൊ എല്ലാവരും ഇവിടെ സെറ്റ് ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ ഇനി ഫിനാലെ വിഷ്വൽസ് വല്ലതും കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതെല്ലാം ഞാൻ കാണിച്ചു തരായിരിക്കും. പിന്നീട് പറഞ്ഞിരുന്നു. അതെ 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 ഇതിന്റെ ഉള്ളിലത്തെ സംഭവം. കൂട്ടിമുട്ടിയിരിക്കുന്നു. നമ്മളിതാ റെഡി ആയിരിപ്പുണ്ട്. എത്രയും ഡ്രസ്സിലൊക്കെ റെഡി ആയിരിപ്പുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡ്രസ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഓക്കെ, കണ്ടൂടെ. ഇനി ഞാൻ ഇത് ഗൗരി, ഞാൻ പരിചയപ്പെടുത്തിയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇത് ഗൗരി. ഇനി ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്തി തരാം. ഇവിടെ ആരാണെന്ന് ഇവളുടെ പേര് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവളുടെ വക ഒരു ലൈക്ക് അല്ലേ? മൊത്തത്തിൽ കണ്ടോ? ഓക്കെ, അപ്പൊ ഇനി നമ്മള് സ്റ്റേജിൽ പോയിട്ട് തകർക്കും നമ്മള്. ഇനി നമ്മള് ഈ എത്നിക് ഡ്രസ്സിന്റെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കാണാൻ വെച്ചിട്ട് ഞാൻ ആക്ച്വലി ഒരു എന്താ ഗോൾഡൻ കളർ ജ്വല്ലറി ഒക്കെ ആയിരുന്നു കൊണ്ടുവന്നത്. പിന്നെ നമ്മളുള്ളതുകൊണ്ട് എല്ലാം കാണാം. ഞാൻ രക്ഷപ്പെട്ട്, ഞാനുള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ട് ഇതെല്ലാം കാണാം. റൗണ്ട് ഉണ്ട്, അതിൽ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയും. അത് കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം പിന്നെ ഗൗണൊക്കെ ഇട്ട് നമ്മൾ ചെത്ത് പോയി ക്യൂവിനെ നടത്തും. ആ ഗൗൺ സ്വന്തമായിട്ടുള്ളതായതുകൊണ്ടാണ് ഇത്ര ഒരു സമാധാനം. അത് മാത്രമാണ് ഏക സമാധാനം. അപ്പൊ നമുക്ക് അതൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുന്ന അറിയില്ല, പക്ഷെ ഓരോ ഡ്രസ്സ് കാണിച്ചു തരാം ഞാൻ നമുക്ക് എന്തൊക്കെയാണോ നടക്കുന്നത് എന്നുള്ളത്. പക്ഷെ നല്ല വിശക്കുന്നുണ്ട് എല്ലാവർക്കും. പട്ടിണിയാണ്. ആരും വിചാരിക്കുന്ന ഒരു പാജന്റ് എളുപ്പമല്ല, ഭയങ്കര കഷ്ടപ്പാടുകൾ. മലയാളികളാണ്. മലയാളികളെ കാണുള്ളൂ, ഞാൻ മലയാളമാണല്ലോ പറയണത്. യൂട്യൂബിലിടാനാണോ? ഞാൻ പാവം കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. അതെ, കാണുന്ന പോലെയല്ല. മാത്രം ഇതൊന്നും ഇടല്ല കേട്ടോ. ഞാനിടും, നീ പറഞ്ഞ മൊത്തം ഞാനിടും. അപ്പൊ ഓക്കെ, ശരി, ബൈ. റൗണ്ടിന് വേണ്ടി ഞങ്ങൾ റെഡി ആവുകയാണല്ലോ. അപ്പം അങ്ങനെ മിസ്സസ് ഗോൾഡൻ ഫേസസ് സൗത്ത് ഇന്ത്യയുടെ ജേർണി കംപ്ലീറ്റ് ആയി. അപ്പം ഞാൻ തിരിച്ചു പോവുകയാണ്, കിരീടമൊക്കെ ആയിട്ട് തിരിച്ചു പോവുക. ഇനിയിപ്പം എനിക്ക് 6 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു അതിനടുത്തൊരു മോളുണ്ടെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പം അവിടെ പോയി കറങ്ങിയിട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിക്കുന്നത്. വിശക്കുന്നുണ്ട്, ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം അവിടെ പോയി ഇവിടെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. അപ്പം അവിടെ എന്തെങ്കിലും ഞാൻ മുകളിലോട്ട് പോവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോസ് അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. മൊത്തം വെള്ളിയാണല്ലോ ഇവേ. ഞാനെന്താ ഇവിടെ ഒരു എയറോ ഹബ് എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു മോളിൽ വന്നു. എനിക്ക് വിശക്കൊന്നുണ്ടോ എല്ലാം കഴിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് മോളിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. ഉറക്കവും വരുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പോയി ഫുഡ് കഴിക്കും. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഉച്ചത്തെ ഫുഡാണ്, ബർഗറും കോൾഡ് കോഫിയും. എയർപോർട്ടിലെത്തി ട്രിവാൻഡ്രം പോകാൻ വേണ്ടിയിട്ട് കുറേ നേരത്തെ. ഇപ്പം ഞാൻ ഞാനൊരു 1:30 ആയപ്പോൾ എയർപോർട്ടിലെത്തി. അതിനുശേഷമാണ് ബാക്കി വീഡിയോയിൽ നിങ്ങൾ കണ്ടപ്പോൾ എൻ്റെ മുകളിലൊക്കെ പോയത്.
നല്ല ഉറക്കം വന്നിരിപ്പുണ്ട്. അപ്പോൾ 2 മണിക്കൂറായിരുന്നു ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഉറങ്ങിയത്. ഇവിടെ വന്ന് ലോഞ്ച് എക്സ് ഇട്ടിട്ട് അതിൽ പോയി ഉറങ്ങാനൊക്കെ വെച്ചപ്പോൾ ഭയങ്കര തിരക്കാട്ടോ. ഇവിടുത്തെ എയർപോർട്ട് ഞാൻ കാണിച്ചത് ലോഞ്ച് എക്സസ് ഇട്ടിട്ട് വല്ലതൊക്കെ കഴിക്കാനൊക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാം ഭയങ്കര റഷ്, ഭയങ്കര തിങ്ങിഞ്ഞിരിക്കൊക്കെ ഇരിക്കുന്നു. വെറുതെ അത്രയും കാശ് കൊണ്ട് കളഞ്ഞിട്ട് നേരെ ചോദിക്കാനും പറ്റില്ലെങ്കിൽ ഭയങ്കര കുറയായിരിക്കണം. അപ്പം തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നത്തെ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.